ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജുക്കിയുടെ ഒരു മെഷീൻ്റെ ഡീറ്റെയിൽസാണ് നോക്കാൻ പോകുന്നത്. ജുക്കിയുടെ ഡയറക്റ്റ് ഡ്രൈവ് സിംഗിൾ നീഡ് ലോക്ക് സ്റ്റിച്ച് മെഷീൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്നത് വളരെ കുറച്ച് പേരാണ്, പക്ഷേ അതിൽ 95% ആൾക്കാരും നമുക്ക് ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ വീഡിയോസ് കാണുന്നവർ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ചെയ്യുന്നത് സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഒന്ന് പവർ സേവിംഗ് ആണ്. പവർ സേവിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം തന്നെ ഡയറക്റ്റ് ഡ്രൈവ് മോട്ടറുള്ളതുകൊണ്ടാണ്. പിന്നെ അത് കൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ക്വാളിറ്റി ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കമ്പനി നമുക്ക് തരുന്നത്. ജപ്പാൻ്റെ പ്രോഡക്റ്റാണ്. ഇന്ന് ജപ്പാനിൽ അസംബ്ലിംഗ് ഉണ്ടെങ്കിലും കൂടുതലും ചൈന, വിയറ്റ്നാം, തായ്വാൻ പോലെയുള്ള രാജ്യങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും പ്രൊഡക്ഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്. ആരും അറിഞ്ഞു കാണില്ല. വളരെ വൈകാതെ തന്നെ ഇന്ത്യയിൽ തന്നെ ജുക്കിയുടെ മെഷീൻ നമ്മുടെ കേരളത്തിൽ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്കിതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഇതിൽ നമുക്ക് ഉള്ള കാര്യങ്ങൾ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, നീഡിൽ പൊസിഷൻ, അതുപോലെ തന്നെ ലൈറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റ് അതിൻ്റെ കൂടെ വരില്ല. പിന്നെ ബോബിൻ വൈൻഡർ സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റിയാണ്. നമുക്ക് വർഷങ്ങളോളം ഒരു പ്രശ്നമില്ലാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 24 hours യൂസ് ചെയ്താലും ഒരു പ്രോബ്ലം നമുക്ക് ഈ മെഷീനിൽ ഉണ്ടാവില്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മെഷീൻ കംപ്ലൈൻ്റ് ആകില്ല എന്നല്ല. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്കത് സർവീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പഴയ അതേ പെർഫോമൻസിൽ തന്നെ നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രഷർ ഫുട്ടിൻ്റെ ഹൈറ്റ് വരുന്നത് 13 mm ആണ്. അതായത് ക്നീ ലിഫ്റ്ററിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കാലുകൊണ്ട് പ്രഷർ ഫുട്ട് പൊക്കുമ്പോൾ 13 mm ഹൈറ്റ് വരും. ഹാൻഡ് ലിഫ്റ്ററിൻ്റെ സഹായത്തോടു കൂടി കൈ കൊണ്ടാണ് നമ്മൾ പ്രഷർ ഫുട്ട് പൊക്കുന്നതെങ്കിൽ 5.5 mm ഹൈറ്റാണ് നമുക്കിതിൽ കിട്ടുക. ഇതിൽ ഉപയോഗിക്കുന്ന സൂചി, അതായത് നീഡിൽ DB Cross 1 എന്നുള്ളൊരു നീഡിലാണ് നമ്മളിതിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ച് ലെങ്ത്ത് വരുന്നത് 5 mm ആണ്. ഓട്ടോമാറ്റിക് പമ്പിങ്ങുള്ള മെഷീനാണ്. കൂടാതെ തന്നെ നമുക്കിതിൽ 450 മില്ലി ഓയിലാണ് ഇതിൻ്റെ ടാങ്കിൽ നമ്മൾ ഒഴിക്കേണ്ടത്. ലൈറ്റ് നമുക്കിതിൽ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് മേടിക്കുമ്പോൾ ആ ഷോറൂം തന്നെ ലൈറ്റ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരും. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ക്ലച്ച് മോട്ടർ ജുക്കി ഉപയോഗിച്ചവർക്ക് മനസ്സിലാവും. ക്ലച്ച് മോട്ടറിൻ്റെ ടേബിളിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും. ഡയറക്റ്റ് ഡ്രൈവ് മോട്ടറാണ്, നമുക്ക് കറണ്ട് ലാഭമാണ്. അതുകൂടാതെ തന്നെ ടേബിൾ വൈബ്രേഷൻ തീരെ ഉണ്ടാവില്ല. നമ്മൾ കാല് കൊടുത്ത് മെഷീൻ അടിക്കുമ്പോൾ മാത്രമാണ് അതിൽ കറണ്ട് എടുക്കുകയുള്ളൂ. അതിപ്പോൾ ജുക്കിയുടെ മോട്ടർ എന്നല്ല, എല്ലാ സെർവോ മോട്ടർ, ഡയറക്റ്റ് ഡ്രൈവ് മോട്ടറുകളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ നമുക്കിതിൽ ഫോൾഡർ, മറ്റ് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഹിഞ്ചസിൻ്റെ സഹായത്തോടു കൂടിയാണ് വൈബ്രേഷൻ കുറഞ്ഞ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ മോട്ടറിൽ ഇതുപോലെ 4 ബട്ടൺ ഉണ്ടാവും, 4 സ്വിച്ച്. അതിൽ P എന്ന് എഴുതിയിട്ടുള്ളതിൽ നമുക്ക് നീഡിൽ പൊസിഷനും പ്ലസ് മൈനസ് എന്നുള്ളതിൽ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സ്വിച്ചുകളാണത്. പിന്നെ ഇതിൻ്റെ ത്രെഡിങ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നൂലിടുന്നത് പവർ മെഷീൻ്റെ. എല്ലാ മെഷീനിലും ഒരുപോലെ തന്നെയാണ്, ജുക്കി ജാക്കിലെല്ലാം. അപ്പോൾ ത്രെഡിങ് ഒക്കെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുക. പിന്നെ ജുക്കി മെഷീൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പുതിയ മെഷീൻ വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. സർവീസ്, സ്പെയർ പാർട്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നമ്മളുടെ വീഡിയോസ് ഇനിയും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്